ഹലോ ഗായ്സ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയതും നല്ല അഫോർഡബിൾ റേറ്റിലുമായിട്ടുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു മെക്കാനിക്കൽ പെൻസിലാണ് കേട്ടോ. ഇത് പെൻസിലാണ്. ഇത് നമുക്ക് ഒരുപാട് പേർക്ക് അറിയാം. പേന പെൻസിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ ലെഡൊക്കെ ഉൾപ്പെടെ കിട്ടുന്നതാണ്. ഇത് ഫ്ലെയറിൻ്റെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള പെൻസിലാണ്. ജസ്റ്റ് 20 റുപ്പീസ്, 20 രൂപ മാത്രമേ ഉള്ളൂ ഈ പെൻസിലിൻ്റെ റേറ്റ്. സാധാരണ നമ്മളിങ്ങനെ ഒരു പെൻസിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ കടയിൽ നല്ല റേറ്റാണ്. പെൻസിലിന് മാത്രം നല്ല റേറ്റാണ്, 40 റുപ്പീസോളം വരും. എന്നാൽ ഇത് ലെഡ് ഉൾപ്പെടെയാണ് കിട്ടുന്നത്. നല്ല ഡാർക്ക് ലെഡാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എക്സ്ട്രാ 5 ലെഡ് നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെൻസിലിനകത്തും ലെഡ് തരുന്നുണ്ട്. അത് കൂടാതെ എക്സ്ട്രാ 5 ലെഡും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും 20 രൂപയ്ക്ക് നല്ല അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ നല്ല റബ്ബർ ഗ്രിപ്പാണ് ഈ പെന്നിനുള്ളത്. 5ാം ക്ലാസ്സിലേക്ക് പേന യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന കുട്ടികൾ, അതായത് 4ാം ക്ലാസ്സിൽ ഇപ്പോൾ കയറുന്ന കുട്ടികൾക്ക് പെൻ 5ാം ക്ലാസ്സിലല്ലേ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ 4ാം ക്ലാസ്സിൽ ജസ്റ്റ് പെന്നിൻ്റെ ഒരു സഹായം എങ്ങനെയാണ്, പെന്നുകൊണ്ട് എങ്ങനെ നന്നായിട്ട് എഴുതാമെന്നൊക്കെ ഒരു ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പാരൻസിന് ഇത് ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമുക്ക് ആദ്യമേ നല്ല ഗ്രിപ്പാണ്, പെൻസിലാണ്. അപ്പോൾ കുട്ടികളത് പിടിച്ചെഴുതുമ്പോൾ ഒരുവിധം പിടിച്ചെഴുതാനും ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനൊക്കെ ഇവർക്ക് 4ാം ക്ലാസ്സിലേ പറ്റും. അപ്പോൾ ഇതിൽ ശീലിക്കുമ്പോൾ 5ാം ക്ലാസ്സിലേക്ക് ഫസ്റ്റായിട്ട് പേന യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എഴുതി കാണിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ലെഡിൻ്റെ ഡാർക്ക്നെസ് കാണിക്കാനാണ് ഞാൻ എഴുതി തരുന്നത്. ഫസ്റ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ അതെനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. കുറച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് എത്രമാത്രം ഉണ്ടെന്ന്. ശരിക്കും ഞാൻ പറയുന്നത് ഇത് അഫോർഡബിൾ ആണ്. നിങ്ങൾ കടയിൽ പോയി ചോദിച്ച് വാങ്ങിക്കണം. ഫ്ലെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ക്രിയേറ്റീവിൽ വരുന്ന 20 രൂപയുടെ മെക്കാനിക്കൽ പെൻസിലാണിത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, നല്ല നല്ല ഡാർക്ക്നെസ് ഉണ്ട് ഇതിന്. അപ്പോൾ പെൻസിലിൽ കൂടാതെ എക്സ്ട്രാ 5 ലെഡ് നമുക്ക് ആ ബോട്ടിലിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടെയാണ് 20 റുപ്പീസ് മാത്രം വരുന്നത്. ഇനി സെക്കൻഡ് വൺ, ഈ ഒരു സംഭവം, ഇതും ഫ്ലെയറിൻ്റെ ക്രിയേറ്റീവിൽ വരുന്നത് തന്നെയാണ്. ജസ്റ്റ് 10 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എറേസർ വിത്ത് സ്കെയിലാണ് കേട്ടോ. സ്കെയിലും എറേസറും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഒട്ടുമിക്ക നമുക്കറിയാം, കുഞ്ഞുങ്ങൾ എറേസർ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, ചെറിയ എറേസറൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരും. ഇത് സ്കെയിൽ ഉൾപ്പെടെ ആയതുകൊണ്ട് സ്കെയിലിനകത്ത് നമുക്കിതുപോലെ പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റേസർ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. റേസർ അകത്ത് നമ്മളിതുപോലെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ റേസർ പുറത്തേക്ക് വരും. അത് നമുക്കത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ആവശ്യം കഴിയുമ്പോൾ അത് അകത്തേക്ക് കയറ്റി വെക്കാനും പറ്റും. അപ്പോൾ ഇത്ര നീളത്തിനും കൂടെ ആയതുകൊണ്ട് സ്കെയിലിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് കുട്ടികളെ കൊണ്ട് കളയത്തുമില്ല. അത്യാവശ്യം വലിപ്പത്തിനാണ്, 10 സെൻറ്റിമീറ്റർ നീളമുണ്ട് ആ സ്കെയിലിന്. അപ്പോൾ സ്കെയിലോട് കൂടി വരുന്ന എറേസർ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കളയാന്നുള്ളൊരു പേടി പാരൻസിനും വേണ്ട. അപ്പോൾ കുട്ടികളിത് വാങ്ങിക്കുകയാണെങ്കിൽ ചോദിച്ച് വാങ്ങിക്കുക. ഫ്ലെയറിൻ്റെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഇതിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന സ്കെയിൽ എറേസറാണ്. അപ്പോൾ അത് ചോദിച്ച് വാങ്ങിക്കുക. ഇത് 10 രൂപയുള്ളൂ. ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നി, വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ബോക്സുകളിൽ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി തേർഡ് വൺ, സെയിം ക്രിയേറ്റീവിൻ്റെ തന്നെ ഒരു 10 രൂപ മാത്രം വിലയുള്ള ചോക്ക് ഹോൾഡറാണ് കേട്ടോ. ഇതും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ചോക്കുകൾ സാധാരണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടുമ്പോൾ കുട്ടികളിപ്പോൾ വീട്ടിലൊക്കെ ചോക്ക് കൊണ്ട് പഠിക്കുന്ന കുട്ടികൾ കാണും, ബോർഡ് വെച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ചോക്കുകൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചോക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെൻ പോലെ യൂസ് ചെയ്ത് അത് ഉപയോഗിക്കും. ഒരിടത്തും ചോക്ക് കളഞ്ഞു പോകത്തുമില്ല. ആവശ്യമുള്ള ചോക്ക് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്തോട്ട് നമുക്ക് ഒരു ചോക്ക് നമുക്ക് അതിനകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റും. ആവശ്യത്തിന് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എടുക്കാനും പറ്റും. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത് 69 റുപ്പീസ് മാത്രമുള്ള, ഇത് സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങിയതാണേ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്, പറഞ്ഞു തരാം. 69 റുപ്പീസ് മാത്രമേ ഉള്ളൂ. പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. 4 സ്കെയിലാണ് വരുന്നത്. ഒരു സ്കെയിൽ മോൾ എവിടെയോ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കണ്ടില്ല. 4 സ്കെയിലുണ്ട് കേട്ടോ ടോട്ടലി. അപ്പോൾ പ്രോജക്റ്റിന് വേണ്ടി ഇത് അടുത്തൊരു സെറ്റാണ് കേട്ടോ. സെയിം മോഡലിൽ 69 റുപ്പീസ് വരുന്ന അടുത്ത സെറ്റ്. ക്യാപിറ്റൽ ലെറ്ററും 1 2 3 നമ്പേഴ്സും പല സൈസിൽ കൊടുത്തിട്ടുള്ള 4 സെറ്റ് സ്കെയിൽ ഇതിലുമുണ്ട്. ഇത്രയും സ്കെയിൽ 69 റുപ്പീസിനാണ് വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഉണ്ടോ, 149 റേറ്റിനാണ് ഈ സ്കെയിൽ വരുന്നത്.
അപ്പോൾ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ അതിനകത്ത് സ്റ്റെൻസിലല്ലേ, അതിനകത്ത് അവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെൻസിൽ സ്കെയിലാണ്. ഇതും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. രണ്ടും 69 റുപ്പീസ് വീതമാണ്, 149 ആണ് വരുന്നത്. ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോജക്റ്റിൽ ABCD ഒക്കെ എഴുതി വയ്ക്കാനും. ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് കുട്ടികൾ യൂസ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന വീഡിയോ. സ്റ്റേഷനറി ആയിട്ട് വാങ്ങിച്ച കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.